ഇലക്ട്രോൺസ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇലക്ട്രോൺസിനെ എപ്പോഴും നമ്മൾ ആൻറ്റിസിമെട്രിക് വേവ് ഫങ്ഷൻസ് വെച്ചാണ് ഡിസ്ക്രൈബ് ചെയ്യുക. കാരണം അതിന് ഹാഫ് ഇൻഡികൾ സ്പിൻസ് ആണുള്ളത്. സപ്പോസ് പയോൺസ് ആണ്, അതൊക്കെ ഐഡൻറ്റിക്കൽ പാർട്ടിക്കിൾസ് ആണ്. പയോൺസ് ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ സിമെട്രിക് വേവ് ഫങ്ഷൻസ് വെച്ചാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. കാരണം അതിന് ഇൻറ്റഗ്രൽ സ്പിൻസ് ആണുള്ളത്. സോ സിമെട്രിക് പ്രോപ്പർട്ടീസ് ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഇൻട്രിൻസിക് ഇൻ ക്യാരക്ടറാണ്. സോ ഫോർ എ സിസ്റ്റം ഓഫ് ഡിസ്റ്റിങ്ഷബിൾ പാർട്ടിക്കിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഇൻഡിസ്റ്റിങ്ഷബിളിൻ്റെ കാര്യം പറഞ്ഞു. ഇനി ഡിസ്റ്റിങ്ഷബിൾ പാർട്ടിക്കിൾ ആണെന്നുണ്ടെങ്കിൽ എവറി പെർമ്യൂട്ടേഷൻ ഓഫ് ദ പാർട്ടിക്കിൾ ഗിവ് റൈസ് ടു ഡിഫറെൻറ്റ് സ്റ്റേറ്റുകൾ. ആൻഡ് സച്ച് എ സിസ്റ്റം ഒബേസ് ബോൾസ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ അതിന് അതുപോലെ തന്നെ സിസ്റ്റം ഓഫ് ഐഡൻറ്റിക്കൽ പാർട്ടിക്കിൾസ് ആണ്. അതിന് നമ്മൾ സിമെട്രിക് വേവ് ഫങ്ഷൻസ് വെച്ചിട്ടാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് വെച്ചാൽ നമ്മളതിനെ ബോസൈൻസ്റ്റീൻ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയും. ആ പാർട്ടിക്കിൾസിനെ ബോസോൺസ് എന്നാണ് പറയുക. ഓക്കെ, ആൻഡ് ഈ ബോസോൺസിന് ഇൻറ്റഗ്രൽ സ്പിൻസ് ആണ് ഉണ്ടാവുക. അപ്പോൾ ഒരു എക്സാമ്പിളാണ് പയോൺ എന്ന് പറയുന്നത്. അതുപോലെ ഒരു സിസ്റ്റം ഓഫ് ഐഡൻറ്റിക്കൽ പാർട്ടിക്കിൾസ് ആൻറ്റിസിമെട്രിക് വേവ് ഫങ്ഷൻസ് വെച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മളത് ഫെർമി ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സ് ഒബേ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അത് നമ്മളതിനെ ഫെർമിയോൺസ് എന്ന് പറയുന്നത്. ഫെർമിയോൺസിന് ഹാഫ് ഇൻഡികൾ സ്പിന്നാണ് ഉണ്ടാവുക. അതിൻ്റെ എക്സാമ്പിളാണ് നമ്മുടെ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പറയുന്നതാണ്. പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് എന്താണ് നോ മോർ ദാൻ വൺ പാർട്ടിക്കിൾ ക്യാൻ ഹാവ് ദി സെയിം സ്റ്റേറ്റ്. അല്ലേ, ഒരു സ്റ്റേറ്റിൽ ഒരു പാർട്ടിക്കിൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു സെയിം സ്റ്റേറ്റ് എന്ത് ചെയ്യുക, വേറെ പാർട്ടിക്കിളിനെ റിപ്പീറ്റ് ചെയ്യുക. സോ ടു ഡിസ്ക്രൈബ് ദിസ് എന്ത് ചെയ്യാണ്, ഒരു സിസ്റ്റം കൺസിഡർ ചെയ്യുക. രണ്ട് പാർട്ടിക്കിൾസ് ഉള്ള ഒരു സിസ്റ്റം, സ്പിൻ ഹാഫ് പാർട്ടിക്കിൾ ആണ്. സോ ഫെർമിയോൺ ആണ്. രണ്ട് പാർട്ടിക്കിൾസ് ഉള്ള ഒരു സിസ്റ്റം കൺസിഡർ ചെയ്യാണ്. ഈച്ച് വൺ ഹാസ് ടു ക്വാണ്ടം സ്റ്റേറ്റ്. രണ്ട് ക്വാണ്ടം സ്റ്റേറ്റ് ഉണ്ട്. അതായത് നമ്മൾ 5α1 5α2. ഫസ്റ്റ് പാർട്ടിക്കിളിൻ്റെ ക്വാണ്ടം സ്റ്റേറ്റ് 5α1, രണ്ടാമത്തെ പാർട്ടിക്കിളിൻ്റെ ക്വാണ്ടം സ്റ്റേറ്റ് 5α2 ആയിട്ട് എടുക്കുകയാണ്. സോ വേവ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫെർമിയോൺസിൻ്റെ ആൻറ്റിസിമെട്രിക് വേവ് ഫങ്ഷൻസ് ആയിരിക്കും. സോ psi a എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി പഠിച്ചു എന്താണ് 1/√2 ഫാക്ടോറിയൽ ഇൻറ്റു 1 - p12 ഇൻറ്റു psi12. ഓക്കെ, അപ്പോൾ ഈ കേസിൽ psi12 എന്ന് പറഞ്ഞാൽ വേവ് ഫംഗ്ഷൻ, അതായത് ടോട്ടൽ രണ്ട് പാർട്ടിക്കിൾ ഉണ്ടല്ലോ. അപ്പോൾ ടോട്ടൽ വേവ് ഫംഗ്ഷൻ എന്ത് ചെയ്യണം, വേവ് ഫംഗ്ഷൻ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യലേ ചെയ്യുക ടോട്ടൽ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് ഫസ്റ്റ് പാർട്ടിക്കിളിൻ്റെ വേവ് ഫംഗ്ഷൻ, അതായത് വേവ് സ്റ്റേറ്റ് സെക്കൻഡ് പാർട്ടിക്കിളിൻ്റെ സ്റ്റേറ്റ്. അപ്പം 5α1 ഓഫ് 1 ഫസ്റ്റ് പാർട്ടിക്കിളിൻ്റെ 5α2 ഓഫ് 2. അപ്പോൾ ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണിത്. ദിസ് psi a is equal to 1/√2 ഫാക്ടോറിയൽ ഇൻറ്റു 1 - p12 ഇൻറ്റു 5α1 ഇൻറ്റു 5α2 ഇൻറ്റു 2. ഓക്കെ, ഇനി അപ്പം നമുക്ക് എന്ത് എഴുതാം, ഡിറ്റർമിനൻറ്റ് ഫോമിൽ എഴുതാമല്ലോ. വേവ് ഫംഗ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം, പോളിയുടെ തന്നെ നമ്മൾ സ്പിൻസൊക്കെ പഠിച്ചിട്ടുണ്ട്, സ്പിന്നറുകളൊക്കെ. അപ്പം വേവ് ഫംഗ്ഷൻ നമുക്കൊരു കോളം മെട്രിക്സ് ആയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, 2/2 മെട്രിക്സ് ആയിട്ട് എഴുതാൻ പറ്റും. സോ 5α1 ഓഫ് ഫസ്റ്റ് പാർട്ടിക്കിൾ, ദെൻ 5α1 ഓഫ് സെക്കൻഡ് പാർട്ടിക്കിൾ, ദെൻ 5α2 ഓഫ് ഫസ്റ്റ് പാർട്ടിക്കിൾ, 5α2 ഓഫ് സെക്കൻഡ് പാർട്ടിക്കിൾ. ഓക്കെ, അപ്പം ഇതിൽ ഈ ഡിറ്റർമിനൻറ്റ് 0 ആണെന്നുണ്ടെങ്കിൽ എന്താണ്, സെയിം സ്റ്റേറ്റിലാണ് വരിക. അതായത് ഒരു സ്റ്റേറ്റിൽ തന്നെ രണ്ട് പാർട്ടിക്കിൾസ് ഉണ്ടാവും. പക്ഷേ അതെന്ത് അങ്ങനെ ആവാൻ പാടില്ല. സോ ദ ഡിറ്റർമിനൻറ്റ് വിൽ ബി 0 ഇഫ് 5α1 ഈസ് ഈക്വൽ ടു 5α2. ദാറ്റ് ഈസ് no two particles can have the same state. So ഇതാണ് പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. സോ ഇൻ ജനറലി നമുക്ക് എന്ത് എഴുതാൻ പറ്റും, n പാർട്ടിക്കിൾ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ psi a ഓഫ് 1 2 etc. n will be 1/√n ഫാക്ടോറിയൽ ഇൻറ്റു 5α1 5α2 അങ്ങനെ etc. 5α n വരെ നമുക്കൊരു മെട്രിക്സ് n/n മെട്രിക്സ് കിട്ടും. ഓക്കെ, സോ ഈ ഡിറ്റർമിനൻറ്റിനെയാണ് നമ്മൾ സ്ലാറ്റർ ഡിറ്റർമിനൻ്റ് എന്ന് പറയുക. ഡയബോമെട്രിക്സ് ഡിറ്റർമിനൻ്റ് ഈസ് കോൾഡ് സ്ലാറ്റർ മെട്രിക്സ്. സോ psi a ഓഫ് 1 2 etc. n will be 1/√n ഫാക്ടോറിയൽ ഇൻറ്റു summation over p ഇൻറ്റു -1 ഇൻറ്റു p. ഓക്കെ, ആൻഡ് 5α1 5α2 etc. എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടെ p എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൈ ഓഫ് p എന്നാണ് നമ്മൾ മീൻ ചെയ്യുന്നത്. ആൻഡ് ഇഫ് 2 rows ഇൻ ദ മെട്രിക്സ് ആറായിരിക്കും മെട്രിക്സ്, 2 rows ഒരുപോലെ ആയിക്കഴിഞ്ഞാൽ ഡിറ്റർമിനൻറ്റ് 0 ആയിരിക്കും. സോ സിസ്റ്റം ഓഫ് ബോസോൺസ് സ്പിൻ ഇൻറ്റഗ്രൽ പാർട്ടിക്കിൾ ആണെന്നുണ്ടെങ്കിൽ സിസ്റ്റം psi s വെച്ചിട്ടാണ് ഡിസ്ക്രൈബ് ചെയ്യാം. ആൻഡ് അതിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഹീലിയം ആറ്റമാണ്. അപ്പോൾ ഹീലിയം ആറ്റത്തിൽ 2 ഇലക്ട്രോൺസ് ആണുള്ളത്. 2 ഇലക്ട്രോൺസുള്ളൊരു സിസ്റ്റമാണ്. ഫെർമിയോൺ ആണല്ലോ, അപ്പോൾ ഇൻറ്റഗ്രൽ സ്പിന്നാണ് അതിനുള്ളത്. സോ അതുകൊണ്ട് തന്നെ അതിന് ആൻറ്റി സിമെട്രിക് വേവ് ഫംഗ്ഷൻ ആയിരിക്കും ഉണ്ടാവുക. സോ ദ വേവ് ഫംഗ്ഷൻ
എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പിൻ പാർട്ടിൻ്റെയും സ്പേസ് പാർട്ടിൻ്റെയും പ്രൊഡക്റ്റാണ്. സ്പിൻ പാർട്ട് ചിലപ്പോൾ സിമെട്രിക് ആവാം, ആൻറ്റി സിമെട്രിക് ആവാം, ഡിപ്പെൻഡ് ഓൺ ദി സ്പേസ് പാർട്ട്. അപ്പോൾ ടോട്ടൽ സ്പിൻ ഓഫ് ദ സിസ്റ്റം എന്ന് പറയുന്നത് ഒന്നുകിൽ 0 ആയിരിക്കാം, അതല്ലെങ്കിൽ 1 ആയിരിക്കാം. അപ്പോൾ ടോട്ടൽ സ്പിൻ ഓഫ് ദ സിസ്റ്റം 0 ആണെന്നുണ്ടെങ്കിൽ 2s + 1, അതായത് 1, നമുക്ക് എന്ത് കിട്ടും? 1 chi0 എന്ന് പറയുന്നൊരു വേവ് ഫംഗ്ഷനാണ് കിട്ടുക. അതിനെ നമ്മൾ സിംഗ്ലറ്റ് സ്റ്റേറ്റ് എന്ന് പറയും. ഇനിയിപ്പം ടോട്ടൽ സ്പിന്ന് 1 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 2s + 1, അതായത് 3 ആയിട്ടുള്ള 3 സ്റ്റേറ്റുകൾ കിട്ടും. അതാണ് 3 chi1, 3 chi0, 3 chi2. ഓക്കെ, അപ്പം നമ്മൾ ട്രിപ്ലറ്റ് സ്റ്റേറ്റ് എന്ന് പറയും. ഓക്കെ, സിംഗ്ലറ്റ് സ്റ്റേറ്റ് ആൻറ്റി സിമെട്രിക്കും ട്രിപ്ലറ്റുകൾ സിമെട്രിക് ഫങ്ഷൻസും ആയിരിക്കും. നമ്മൾ റെപ്രസെൻ്റ് ചെയ്തിരിക്കുകയാണ് എന്താണ്? psi s ഓഫ്, കാരണം സിംഗ്ലറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, സിമെട്രിക് വേവ് ഫംഗ്ഷൻ psi s ഓഫ് 1 2 നമ്മൾ ജനറലി എങ്ങനെയാണ് 1/√2 × 1 + ഡെൽറ്റ ആൽഫ ബീറ്റ × 1 + p12 × psi of 1 2 ആണ്. ഇവിടെ എന്താണ്? രണ്ടെണ്ണത്തിൻ്റെ പ്രൊഡക്റ്റാണ്. ഫസ്റ്റ് പാർട്ടിക്കിളിൻ്റെ വേവ് ഫംഗ്ഷൻ്റെയും രണ്ടാമത്തെ പാർട്ടിക്കിളിൻ്റെ വേവ് ഫംഗ്ഷൻ്റെ പ്രൊഡക്റ്റ് ആയിട്ടാണ്. അപ്പോൾ psi 1 2 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. എന്താണ്? phi of alpha 1 × phi of beta 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആൻഡ് അതുപോലെ ആൻറ്റി സിമെട്രിക് ആവുന്ന സമയത്ത് എന്താണ്? ഇതല്ലേ 1/√2 × 1 - p12 × നമ്മുടെ phi alpha 1 × phi beta 2 എന്ന് എഴുതാം. ഓക്കെ, ഇനി ഹാമിൽട്ടൺ, ഈ സിസ്റ്റത്തിൻ്റെ ഹാമിൽട്ടൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ H0 + H1 ആയിരിക്കും. H0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കൈനറ്റിക് എനർജിയും രണ്ടിൻ്റെയും കൂടി കൂളം പൊട്ടൻഷ്യലും കൂടി ചേർന്നത്. സോ -h² / 2m × del1² + del2², കാരണം 2 ഇലക്ട്രോൺ അല്ലേ ഉള്ളത്. -2e² × 1/r1 + 1/r2. H1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? H1 റെപ്രസെൻ്റ് മ്യൂച്വൽ റിപ്പൾഷൻ ബിറ്റ്വീൻ ഇലക്ട്രോൺസ് കമ്പയർഡ് ടു H0, അത് സ്മോൾ ആയിരിക്കും. സോ H1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ e² / r12 ആണ്. r12 എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഇലക്ട്രോൺസ് റേഡിയം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ്? ഒരു എനർജി കറക്ഷൻ ഉണ്ടാവുമല്ലോ, നമുക്കറിയാം ഒരു എനർജി കറക്ഷൻ ഉണ്ടായിരിക്കും. സോ ദാറ്റ് വിൽ ബി, നമ്മൾ ES1 എന്ന് പറഞ്ഞിട്ടാണ് ആ എനർജി കറക്ഷനെ ഡിനോട്ട് ചെയ്യുന്നത്. എന്താണ്? ഇറ്റ് ഈസ് ദി എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് ദി ഹാമിൽട്ടോണിയൻ. സോ ദാറ്റ് ഈസ് psi s chi01 × H1 cap × psi s chi01, that is equal to bra psi s H1 psi s. ഇനി നമ്മളതിൽ എച്ചിൻ്റെ വാല്യൂ നമുക്കറിയാം, H1 എന്താണെന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. psi s നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓപ്പറേറ്റേഴ്സ് ആക്ട് ചെയ്യുന്നു, ബ്രായിലും ഗെറ്റിലും ആക്ട് ചെയ്യാണ്. സോ ജസ്റ്റ് അത് നോക്കുക. നമുക്ക് എനർജി കറക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/1 + ഡെൽറ്റ ആൽഫ ബീറ്റ × j alpha beta + k alpha beta എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, സോ ഇതേപോലെ തന്നെ ട്രിപ്ലറ്റിൻ്റെയും കാണാം. അപ്പോൾ എന്താണ്? E1t എന്ന് പറഞ്ഞെങ്കിൽ psi a H1 psi a ആയിരിക്കും. സോ E1 of t. അപ്പോൾ നമ്മളിവിടെ എടുക്കുന്നത് ഓക്കെ, psi a വാല്യൂ നമുക്കറിയാം, അതേപോലെ H1 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ നമുക്ക് E1t എന്ന് പറഞ്ഞാൽ j alpha beta - k alpha beta ആയിരിക്കും. സോ ഫ്രം ദീസ് 2 ഇക്വേഷൻ വി ക്യാൻ സേ ദാറ്റ് E1t ഈസ് ലെസ് ദാൻ E1s. ദാറ്റ് ഈസ് ട്രിപ്ലറ്റ് സ്റ്റേറ്റിൻ്റെ എനർജി എന്ന് പറയുന്നത് സിംഗിൾ സ്റ്റേറ്റിനെക്കാട്ടിലും കുറവാണ്. സോ അറ്റ് ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓഫ് ഹീലിയം ആൽഫയും ബീറ്റയും ഈക്വൽ ടു 1s ആണ്. സോ ദെൻ ദി അലൗഡ് എനർജി സ്റ്റേറ്റ് psi s 1 chi0. നമ്മുടെ E1s എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5/4 e² / a0 ആണ്. അതിനൊരു വാല്യൂ ഉണ്ട്, 33.99 ഇലക്ട്രോൺ വോൾട്ട് ആണ്. അതേപോലെ E0 1s സ്ക്വയർ സ്റ്റേറ്റ് ആണെങ്കിൽ -4 × e² / a0. അതേപോലെ E1s സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ E1s + E0 1s the whole square. So it has also -74.77 ഇലക്ട്രോൺ വോൾട്ട്. ഓരോ സ്റ്റേറ്റുകൾക്കും J1s, 2s അതിൻ്റെ ഒരു വാല്യൂ ഉണ്ട്. അതേപോലെ J1s, 2p, K1s, 2s, K1s, 2p. ഓക്കെ.